ഹലോ അസ്സലാമു അലൈക്കും. അപ്പം ഇന്ന് ഞാനൊരു പുതിയ വീഡിയോ ആയിട്ടാട്ടോ വന്നിരിക്കുന്നത്. അപ്പം ഇതിൽ ഖുർആൻ കവർ ചെയ്യണതും അതേപോലെ മുസല്ലൻ്റെ ഡീറ്റെയിൽസും പ്രൈസും എല്ലാം അതിൽ ഇൻക്ലൂഡ് ആക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഈ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുള്ളായി കാണുക കേട്ടോ. ഞാൻ ഖുർആൻ ഹാമ്പറിൻ്റെ റീലിട്ട സമയത്ത് എല്ലാവരും എന്നോട് ചോദിക്കണ ഒരു കോമൺ ആയിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു കേട്ടോ. അതായത് ഈ ക്ലോത്ത് എവിടുന്നാണ്, പ്രൈസ് എങ്ങനെയാണ്, ഇത് എവിടുന്ന മേടിക്കാൻ കിട്ടുക, അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ എന്നോട് കുറച്ച് പേര് ചോദിച്ചിരുന്നു. ഇത് റെക്സിൻ ക്ലോത്ത് ആണ് കേട്ടോ. ഈ സെറ്റി സോഫ അങ്ങനെയുള്ള ഫർണിച്ചർ അല്ല, ഈ മെയ്ക്ക് ചെയ്യണ കടയിൽ ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ള ഷോപ്പിലൊക്കെ നമുക്ക് ഈ ക്ലോത്ത് അവൈലബിൾ ആവട്ടോ. പിന്നെ ഞാനിത് കുറെ അന്വേഷിച്ച് നടന്നതായിരുന്നു, അപ്പോഴൊന്നും എനിക്ക് ക്ലോത്ത് അവൈലബിൾ ആയിരുന്നില്ല കേട്ടോ. പിന്നെ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ക്ലോത്ത് ഒക്കെ ഓൺലൈനിലായിട്ട് മേടിക്കാൻ കിട്ടും. അതേപോലെ തന്നെ നമുക്ക് ഈ പ്രെയർ മാറ്റും മറ്റേ ഖുറാനും അങ്ങനെയുള്ള സെറ്റും നമുക്കിപ്പോൾ മേടിക്കാൻ കിട്ടും. ഇപ്പം എല്ലാം നമുക്ക് ഓൺലൈനിൽ അവൈലബിൾ ആണ്. പക്ഷെ ഇതിൻ്റെ ഷോപ്പ് ഞാൻ കുറേ അന്വേഷിച്ചപ്പോൾ ഒന്നും ഇവിടെ കണ്ടില്ലായിരുന്നു കേട്ടോ. എൻ്റെ വീട്ടിൻ്റെ അടുത്തൊന്നും ഇങ്ങനത്തെ ഷോപ്പിൽ ക്ലോത്ത് കിട്ടണമെന്നും ഞാൻ കണ്ടില്ലായിരുന്നു കുറേ അന്വേഷിച്ചപ്പോൾ. പിന്നെ ഞാനിത് ഓൺലൈനായിട്ടാട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ക്ലോത്തിൽ തന്നെ പ്രീമിയം അല്ലാത്ത നോർമലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് റേറ്റും കാര്യങ്ങളൊക്കെ വരിക. പ്രീമിയം ആകുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് റേറ്റ് കൂടും, നോർമൽ ആകുമ്പോൾ റേറ്റ് കുറയും. അങ്ങനെ കുറച്ച് വേരിയേഷൻസ് പിന്നെ പ്രൈസിൽ വരും കേട്ടോ. പിന്നെ ഇത് മേക്ക് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഖുറാൻ്റെ ആ ഒരു അട്ടയിൽ നിന്ന് മെല്ലെ നമ്മൾ ഖുറാൻ എടുക്കണം. അത് ശ്രദ്ധിച്ചെടുത്തിട്ടില്ലെങ്കിൽ അതിൻ്റെ പേജ് നല്ല കീറി വരും കേട്ടോ. അപ്പോൾ അത് നമ്മൾ മെല്ലെ എടുക്കണം. പിന്നെ മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വുളു എടുത്തിട്ട് വേണം കേട്ടോ ഇത് ചെയ്യാൻ. അങ്ങനെ നമ്മൾ പിന്നെ ഖുറാനിൽ നിന്ന് ആ ചട്ട റിമൂവ് ചെയ്തതിന് ശേഷം അതിൽ ഫുള്ള് നമ്മൾ ഗമ്മ് തേക്കുക. ഗമ്മ് നമ്മൾക്ക് ഗ്ലൂ ഗൺ യൂസ് ചെയ്യുക, അതേപോലെ B700 യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഫാബ്രിക് ഗ്ലൂ യൂസ് ചെയ്യുക കേട്ടോ. എല്ലാം സ്യൂട്ടബിൾ ആണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ അത് നല്ല നമ്മുടെ ക്ലോത്തിലേക്ക് സ്റ്റിക്ക് ചെയ്തതിന് ശേഷം 4 കോർണറും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. അത് കവർ ചെയ്യാനുള്ള നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. പിന്നെ അതിന് ശേഷം നമ്മൾ 4 സൈഡിലും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഓരോ സൈഡും ഇങ്ങനെ നല്ല പ്രസ് ചെയ്ത് അത് നല്ല നമുക്ക് അമർത്തി കൊടുക്കണം. നമുക്ക് ഗ്ലൂ ഗണ്ണൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് സ്റ്റിക്ക് ആവാൻ പറ്റും കേട്ടോ. പക്ഷേ ഞാനിവിടെ ഗ്ലൂ ഗണ്ണ് സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഫാബ്രിക് ഗ്ലൂ ആയിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതാവുമ്പോൾ നമുക്ക് നിറയെ നേരം കുറച്ച് ടൈം എടുത്തിട്ടാണ് അത് സ്റ്റിക്ക് ആവുക കേട്ടോ. അപ്പോൾ അതിനുള്ള ഒരു ടൈം നമ്മൾ കൊടുക്കണം, അത് സ്റ്റിക്ക് ആവാനുള്ള ഒരു ടൈം. പിന്നെ ഓരോ സൈഡും ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വരുമ്പോൾ ഞാനൊരു വെയിറ്റിന് വേണ്ടിയിട്ട് അവിടെ ഖുറാനും കത്തിരിക്കും എല്ലാം വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. കുറച്ച് ടൈം എടുത്ത് സ്റ്റിക്ക് ചെയ്താലും അത് നല്ല സ്റ്റിക്കായി നിൽക്കുന്ന ടൈപ്പ് ഗം തന്നെയായിട്ട് ഈ ഫാബ്രിക് ഗ്ലൂ. പിന്നെ നമ്മൾ പെറിച്ചാലും നല്ല കട്ടിയായിട്ട് തന്നെ അത് നിൽക്കും. കുറച്ച് ടൈം എടുക്കും അതൊന്ന് സ്റ്റിക്ക് ആവാൻ എന്നുള്ള ഒരു ഡിഫറൻസ് മാത്രമേ കേട്ടോ അതിൽ വരുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ സ്റ്റിക്കായതിന് ശേഷം ലാസ്റ്റ് നമ്മൾ ഖുറാൻ അതിലേക്ക് ഇനി സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഖുറാൻ്റെ ബാക്ക് സൈഡിലായിട്ട് നമ്മൾ ഫുള്ള് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഖുറാൻ്റെ ആ ഒരു അട്ടയിലേക്ക് നമ്മൾ നല്ല പ്രസ് ചെയ്തിട്ട് ഖുറാൻ വെച്ച് കൊടുക്കുക കേട്ടോ. നല്ലവണ്ണം പ്രസ് ചെയ്യണം, കുറച്ച് നേരം അത് റെസ്റ്റ് ചെയ്യാനുള്ള ടൈം കൊടുക്കണം കേട്ടോ. കുറച്ച് നേരം ആയിക്കഴിഞ്ഞാലാണ് അതൊന്ന് സ്റ്റിക്ക് ആവുള്ളൂ, അതിനുള്ള ടൈം നമ്മൾ കൊടുക്കണം കേട്ടോ. അതേപോലെ തന്നെ ഖുറാനിന് നമ്മൾ ഓൾറെഡി കീറിയിട്ടുള്ള ആ പേജും കൂടി ഗമ്മ് തേച്ചിട്ട് അതിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. നോർമലി എല്ലാവരും ഒരു പേജാണ് കേട്ടോ സ്റ്റിക്ക് ചെയ്യല്, പക്ഷെ ഞാൻ 2 പേജും ഫ്രണ്ട് പേജ് ബ്ലാങ്ക് ആയിട്ടുള്ള 2 പേജും ഞാൻ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്നും കൂടി നമുക്ക് കനത്തിൽ അവിടെ സ്റ്റിക്കായി ഇരിക്കും കേട്ടോ. അത് അങ്ങനെ ചെയ്യുമ്പോൾ ഒന്നും കൂടി ബെറ്റർ ആയിട്ട് ഖുറാൻ വൃത്തി ഉണ്ടാവും. അപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്കൊരു ഫിനിഷിംഗ് ലുക്ക് തോന്നും കേട്ടോ, അങ്ങനെ 2 പേജും കൂടി സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ. പിന്നെ അതേപോലെ തന്നെ ഖുറാൻ്റെ റേറ്റ് എങ്ങനെയാണ് വരുന്നത് ചോദിക്കുന്നത്, അത് നമ്മൾ എടുക്കണ ഓരോ ഖുറാൻ്റെ റേറ്റ് അനുസരിച്ചിരിക്കും കേട്ടോ. 300 മുതൽ ഖുറാൻ്റെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഓരോ മോഡൽസിനനുസരിച്ച് റേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ആവും കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ക്ലോത്തിൻ്റെ റേറ്റ് വരുന്നത് നോർമലി 250 ആണ് കേട്ടോ സ്റ്റാർട്ടിങ് വരുന്നത്. പ്രീമിയം ആവുമ്പോൾ 400 സംതിങ് ഒക്കെ ആയിട്ട് കൂടും കേട്ടോ. പിന്നെ ഇതിലുള്ള കോർണറും കട്ടിങ്സും എല്ലാം ഞാൻ ഓൺലൈനായിട്ടായിരുന്നു കേട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അതെല്ലാം ഞാൻ ഈ ഖുറാനിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മുസല്ല ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അതിൻ്റെ വീഡിയോ ഞാൻ എടുക്കാൻ മറന്നു പോയതാണ്. അപ്പോൾ മുസല്ലൻ്റെ നമ്മൾ അരികിൽ കൂടെ വെക്കണ ഒരു എന്താ പറയുക ബോർഡർ ഉണ്ട്, അതൊക്കെ നമുക്ക് ഈ ബട്ടൺ ഹൗസ് ആ ഷോപ്പിൽ നിന്നൊക്കെ അങ്ങനത്തെ ബോർഡറും കാര്യങ്ങളും എല്ലാം നമുക്ക് അവൈലബിൾ ആയി കിട്ടും കേട്ടോ.
അതിന് വലിയ റേറ്റ് ഒന്നും വരുന്നില്ല. മീറ്ററിന് ഒരു 30-40 അങ്ങനെ ഓരോ റേറ്റ് ആട്ടോ വരിക ബോർഡറിന്. പിന്നെ എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ടായിരുന്നു ഇത് സെയിൽ ചെയ്യുമ്പോൾ എങ്ങനെ പ്രൈസ് മേടിക്കുക എങ്ങനെ കൊടുക്കാന്നൊക്കെ. ഞാനിത് 1300 സെയിൽ ചെയ്യണത്, ബോക്സും ഇൻക്ലൂഡ് ആക്കിയിട്ടാണ്. പിന്നെ ഞാൻ ഈ ഒരു മെറ്റീരിയൽ പ്രീമിയത്തിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് റേറ്റ് കൂടും കേട്ടോ. പിന്നെ ഇതിൽ ഈ ഒരു പ്രെയർ മാറ്റും ഖുറാൻ മാത്രമല്ല ഇൻക്ലൂഡ്, ഒരു തസ്ബീഹ് ഉണ്ട്, അതേപോലെ തന്നെ ഒരു ഖുറാൻ മാർക്കും കൂടി ഉണ്ട് കേട്ടോ. ഇതിന്റെ ഡിഫറെന്റ് കളേഴ്സ് ഒക്കെ അവൈലബിൾ ആട്ടോ. നമുക്ക് ഇഷ്ടമുള്ള പോലെ കളേഴ്സും കാര്യങ്ങളൊക്കെ കസ്റ്റമൈസ് ചെയ്യാൻ മേടിക്കാനൊക്കെ പറ്റും നമുക്ക്. ഇപ്പോൾ പിന്നെ എല്ലാ കളേഴ്സും നമുക്ക് ഓൺലൈനിൽ തന്നെ കിട്ടും. പിന്നെ തൊട്ടടുത്ത് ഷോപ്പ് ഉള്ളവർക്കാണെങ്കിൽ അതായിരിക്കും കേട്ടോ ഒന്നും കൂടി എളുപ്പം. മുസല്ല പിന്നെ ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചുകൊണ്ട് എനിക്ക് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ അതൊക്കെ ആദ്യം തന്നെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്കിതാ ഒരു ഖുറാൻ മാർക്കും കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഒരു തസ്ബീഹും 100 കൗണ്ട് വരുന്ന ഒരു തസ്ബീഹാട്ടോ ഇതിൽ ആഡ് ചെയ്യുന്നതായിരുന്നു. അപ്പം അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും കൂടി കൊടുക്കുക കേട്ടോ. ടാറ്റാ ബൈ ബൈ.